സുള്ള ഹലോ ആ ചെറിയ അക്ഷരത്തിൽ മതി. ആ പിന്നെ 500 എന്നുള്ളത് മാറ്റി 1000 പ്രാവശ്യം മര്യാദയ്ക്ക് ഫുഡ് ഇൻസ്പെക്ടറിന് തെറ്റാതെ എന്നെ രാവിലെ തന്നെ എഴുതി കാണിക്കണം, അല്ലെങ്കിൽ അപ്പൊ കാണാം. ആ അത് കലക്കി റോയിച്ച. നീ മിണ്ടണ്ട. അയാള് നിന്നോട് ഫുഡ് ഇൻസ്പെക്ടറാന്ന് പറഞ്ഞു എന്നല്ല പറഞ്ഞത്. പറഞ്ഞു എന്ന് പറഞ്ഞത് ശരിയാ, പക്ഷെ അയാളല്ല പറയുന്നത്, സുനില. സുനില് റോയിച്ച അവനെ വിളിച്ചിട്ട് 1000 എന്നുള്ളത് മാറ്റി 10,000 ആക്ക് റോയിച്ച. നീ അധികം പറയണ്ട. എടാ, ആരടുത്തെങ്കിലും ഒരാൾ പോയി ചോദിക്കോ കഴിച്ചിട്ട് വല്ല കുഴപ്പമുണ്ടോ, ബാക്കിയും കൂടി കഴിച്ചിട്ട് വേഗം അഭിപ്രായം പറയാനൊക്കെ. ശരിയാ, അയാളങ്ങ് പേടിച്ചു പോയി. സത്യത്തിൽ അയാൾ ആരായിരുന്നു റോയിച്ച? ഏതോ ഒരു ഇവന്റ് മാനേജ്മെന്റുകാരൻ. അയ്യേ, ഞാൻ ഉണ്ടാവേണ്ടതായിരുന്നു, ഒന്നും സംഭവിക്കില്ലായിരുന്നു. ആ നീ ഉണ്ടായിരുന്നെങ്കിൽ അയാൾ ഫുഡ് ഇൻസ്പെക്ടർ പരീക്ഷ പോയി പഠിച്ച് പാസ്സായി വന്നിട്ട് നമ്മുടെ കോഫി ഷോപ്പ് പൂട്ടിച്ച്. ആ ഏതായാലും കോഫി ഷോപ്പിൽ ഇനി എൻ്റെ ഒരു കണ്ണുണ്ടാവും. അതെന്താ സ്വന്തം കോഫി ഷോപ്പിനെ റോയിച്ചൻ കണ്ണു വെക്കുന്നേ? പോടാ അവിടെ. അല്ല റോയിച്ചൻ എന്തിനാ ഞങ്ങളുടെ ചൂടാവുന്നേ? റോയിച്ചനെ അയാളെ കണ്ട് പേടിച്ചല്ലോ. അത് അത് പിന്നെ ഈ ഫുഡ് ഇൻസ്പെക്ടർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആരായാലും പേടിക്കൂല. അയ്യോ, ആ. എങ്ങനെ എങ്ങനെ എങ്ങനെ? പിന്നെ എന്താണ് റോയിച്ച? അയ്യോടാ, അയ്യോ അയ്യോ, അല്ല ഇൻസ്പെക്ടർ അല്ല, അയ്യേ അയ്യേ, എന്താ റോയിച്ച ഇത്? എന്തൊക്കെയായിരുന്നു? പിന്നെ എന്നെ കൂടെ കൊല്ല്. അയ്യേ, കഷ്ടം കഷ്ടം. എന്റെ സിനിമാ സ്വപ്നം ഇനിയും തീണ്ടാപ്പാടകലെയോ. ആഹാ, നല്ല ടൈറ്റിൽ, ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടും. എന്താ മാജിക് പെന്നാ? നിങ്ങൾ ഒരു എഴുത്തുകാരനാണോ? അതെ. മറ്റെഴുത്തുകാരിൽ നിന്നും വ്യത്യസ്തനാണോ നിങ്ങൾ? ആണല്ലോ. എങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾക്ക് വിജയം കൈവരിക്കാൻ കഴിയുന്നില്ല? എങ്കിലിതാ നിങ്ങളുടെ സിരകളിൽ നിന്നും ഭാവനയെ ഉണർത്തി വിരൽ തുമ്പിലെത്തിക്കാൻ ഞങ്ങളിതാ അവതരിപ്പിക്കുന്നു മാജിക് പെൻ. എത്ര അതിന്റെ വില? 750 രൂപ മാത്രം. 750? എഴുത്തച്ഛാ, റോയിച്ചാ, എന്താ എന്താ എന്തോറ്റി എന്തോറ്റിന്ന്? നീ എന്തിനാ വിളിച്ചേ? പേന. ഒന്ന് പോയി കുളിക്കട കൂടെ. പെണ്ണുങ്ങളുടെ പോലെ തലയിൽ പേനും വെച്ചോണ്ട് നടക്ക. ആ പേനല്ല, പിന്നെ ഈ പേന. എന്ത് പേന? ഇത് നോക്ക്. നിനക്ക് തലയ്ക്ക് വല്ല കുഴപ്പമുണ്ടോ? ഇല്ല. എന്താ റോയിച്ച, ഈ തലയ്ക്ക് വല്ല കുഴപ്പമുണ്ടാക്കോ? എടാ, ഇതൊക്കെ വെറും തട്ടിപ്പാടാ. ഇങ്ങനെ ഭാവന ഉണ്ടാവാനാണെങ്കിൽ ഇവിടുത്തെ എഴുത്താർക്കൊക്കെ ഓസ്കാർ കിട്ടണമല്ലോ. ഇല്ല റോയിച്ച, ഇത് പുതിയ ടെക്നോളജിയാ. പഴയ കാലത്ത് ഇതില്ലല്ലോ, അതുകൊണ്ടാ എല്ലാവർക്കും ഓസ്കർ കിട്ടാതിരുന്നേ. ശരി, ഇപ്പൊ എന്താ നിന്റെ പ്രശ്നം? ഓസ്കർ ആണോ? വേണ്ട, ഈ പേനയൊന്ന് കിട്ടിയാ മതിയായിരുന്നു. എടാ, നിനക്ക് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാവില്ലേ? എടാ, ഇതൊക്കെ ചുമ്മാ കളിപ്പീരാ, പൈസ കിട്ടാനുള്ള ഓരോ പണിയാ. ഇല്ല റോയിച്ച, ഇത് സത്യ. എത്ര അനുഭവസ്ഥരെ കഥ അവിടെ പറഞ്ഞിരിക്കുന്നത് നോക്ക്. അതൊക്കെ അവരെന്നെ എഴുതി പിടിപ്പിച്ചിരിക്കുന്നതാ. അല്ല റോയിച്ച, എന്റെ മനസ്സ് പറയുന്നു ഈ പേന കൊണ്ട് ഞാൻ രക്ഷപ്പെടുന്നു. അങ്ങനെ നിന്റെ മനസ്സ് തോന്നിയത് പറഞ്ഞ് ശീലിക്കണ്ട. അത് നമുക്ക് വേണ്ട. ആ പേന മോനങ്ങ് മറന്നേക്ക്. ശരിയാ, ഞാൻ ടോണി അല്ലല്ലോ റോയിച്ചനോട് അത് വാങ്ങിത്തരാൻ പറയാൻ. സോറി റോയിച്ച, ഇനി ഞാനത് പറയില്ല. എടാ, അത് പോട്ടെ. ഞാൻ അങ്ങനെ പറഞ്ഞല്ല. ടോണിയോടാണെങ്കിൽ ഞാൻ ഇങ്ങനെ പറയൂ. പറ, ആ പേനയുടെ വില എത്ര? നമുക്കത് വാങ്ങാം. 750 രൂപ. നീ ബുക്ക് ചെയ്തോ? പൈസ ഞാൻ തരാം. താങ്ക്സ് റോയിച്ച. ഓ ജിങ് ചക്ക ജിങ് ചക്ക ജിങ് ചക്ക ജിങ്.